ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവായ 3 പെയിന്റിംഗ്സ് പരിചയപ്പെടാം. അതിൽ അവസാനത്തെ പെയിന്റിംഗിന്റെ വില കേട്ടാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും. ഇതിൽ 3-ാം സ്ഥാനം ദ കാർഡ് പ്ലേയേഴ്സ്. 1890-കളിൽ പോൾ സെസാൻ എന്ന കലാകാരൻ വരച്ച ഈ കലാസൃഷ്ടിയിൽ 2 കർഷകർ ഒരു മേശയിലിരുന്ന് കാർഡ് കളിക്കുന്നതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് ലളിതമായി തോന്നുമെങ്കിലും പോൾ സെസാന്റെ നിറം, ആഴം, കാഴ്ചപ്പാട് എന്നിവയുടെ ഉപയോഗം കലാചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി മാറി. 2011-ൽ ഖത്തർ രാജകുടുംബം ഈ പെയിന്റിംഗ് $250 മില്യൺ വാങ്ങിയത്. ഇത് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്വകാര്യ കലാ ഇടപാടുകളിൽ ഒന്നായി മാറി. 2-ാം സ്ഥാനം ഇന്റർചേഞ്ച്. 1955-ൽ വില്യം ഡി കൂണിംഗ് എന്ന കലാകാരൻ വരച്ച ഈ അമൂർത്ത കലാസൃഷ്ടി രൂപങ്ങളിൽ നിന്ന് ശുദ്ധമായ വികാരത്തിലേക്കുള്ള മാറ്റത്തെ കാണിക്കുന്നു. 2015-ൽ കോടീശ്വരനായ കെന്നത്ത് ഗ്രിഫിൻ $300 മില്യൺ ഇത് വാങ്ങിയത്. ആ സമയത്ത് ഒരു പെയിന്റിംഗിന് നൽകിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിലയായിരുന്നു ഇത്. 1-ാം സ്ഥാനത്ത് ആരാണെന്ന് അറിയുന്നതിന് മുമ്പേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതിൽ 1-ാം സ്ഥാനം സാൽവേറ്റർ മുണ്ടി. 1500-കളിൽ ലിയോണാർഡോ ഡാവിഞ്ചി വരച്ച ഈ പെയിന്റിംഗ് പ്രപഞ്ചത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു സ്ഫടികഗോളം യേശു ക്രിസ്തു കയ്യിൽ പിടിച്ചിരിക്കുന്നതായി ചിത്രീകരിക്കുന്നു. നൂറ്റാണ്ടുകളായി നഷ്ടപ്പെട്ടിരുന്ന ഈ ചിത്രം നശിപ്പിക്കപ്പെട്ടതായി കരുതപ്പെട്ടിരുന്നു. 2005-ൽ ഒരു ലേലത്തിൽ അത് വീണ്ടും കണ്ടെത്തുന്നതുവരെ. പുനഃസ്ഥാപനത്തിന് ശേഷം 2017-ൽ ന്യൂയോർക്കിലെ ക്രിസ്റ്റീസിൽ ഏകദേശം $450 മില്യൺ ഈ പെയിന്റിംഗ് വിറ്റ് ലോകത്തെ ഞെട്ടിച്ചു. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ചെയ്യൂ.